എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കിൻവ കിച്ചടിയായിട്ടാണ്. കിൻവ അല്ലാന്നുണ്ടെങ്കിൽ കിനോവ എന്നൊക്കെ പറയുന്ന ഒരു സൂപ്പർ ഫുഡാണിത്. ഇത് ഡയറ്റ് നോക്കുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിച്ചടിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് വളരെയധികം ഗുണങ്ങളുള്ളതാണ്. അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. അപ്പോൾ അധികം താമസിയാതെ നമുക്ക് ഈ കിൻവ കിച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 1/2 കപ്പ് കിൻവ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് തൊലി കളഞ്ഞ ചെറുപയറും കൂടി എടുത്തിട്ടുണ്ട്. ചെറുപയറിന് പകരം നിങ്ങൾക്ക് മസൂർ ദാലും എടുക്കാവുന്നതാണ്. അപ്പോൾ രണ്ടും ഈക്വൽ അളവിൽ എടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എടുത്താലും മതി പയർ. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് ഇത് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം. അതിനുശേഷമാണ് നമ്മളിത് കിച്ചടി ആക്കാനായിട്ട് പോകുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ചെറിയ ഉള്ളി വേണം, പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു വളരെ ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ക്യാരറ്റ്, അതുപോലെ തന്നെ ബീട്രൂട്ട്, ചീര തുടങ്ങിയ പച്ചക്കറികളൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മളിതിൽ ചീരയാണ് ചേർക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ കിൻവ നന്നായിട്ട് കൈവച്ചിട്ട് ഞെരടി കഴുകി അതിൻ്റെ ഒരു പുറം ഭാഗത്തുള്ളൊരു തൊലിയുണ്ട്, അപ്പോൾ അത് കളയണം. അപ്പോഴാണ് കറക്റ്റായിട്ട് ടേസ്റ്റ് കിട്ടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കഴിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്കൊരു പ്രഷർ കുക്കർ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണയോ നെയ്യോ ഒഴിക്കാം. 1 ടീസ്പൂൺ നെയ്യാണ് നമ്മൾ ഒഴിക്കുന്നത്. നെയ്യ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. നെയ്യിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇതിന് കിട്ടുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ 2 വറ്റൽ മുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടെ വട്ടത്തിലരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. അതൊരു 1/8 ടീസ്പൂൺ ചേർത്താൽ മതി, ഒരെണ്ണുള്ളു. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഈ നെയ്യിൽ ജീരകവും ചെറിയുള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന തൊലി കളഞ്ഞ ചെറുപയറും അതുപോലെ തന്നെ കിൻവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതേ സമയത്ത് നിങ്ങൾക്ക് പച്ചക്കറികളൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതോ ക്യാപ്സിക്കമോ ഇഷ്ടമുള്ള പച്ചക്കറികൾ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഇതിൽ ചേർക്കാൻ പോകുന്നത് ചീരയാണ്, പാലക് ചീരയാണ്. അപ്പോൾ ചീര ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഒരുപാടങ്ങ് പൊടിയായിട്ടല്ല ചീര അരിഞ്ഞിരിക്കുന്നത്, കുറച്ചൊന്ന് വലുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മളിവിടെ ഹിമാലയൻ പിങ്ക് സോൾട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് ചെറുതീയിലിട്ട് ഒരു വിസിലൊന്ന് അടുപ്പിച്ചെടുക്കണം. ഒരു വിസിൽ മതിയാകും ഇത് വെന്ത് വരാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ നമുക്കൊന്ന് വേവിച്ച് എടുക്കാം. ഇപ്പോൾ ഒരു വിസിലൊക്കെ അടിച്ച് പ്രഷറൊക്കെ പോയിട്ട് നമ്മുടെ കിൻവ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പം വെന്തിരിക്കുകയാണ്. ഇനി ഒരു തവി വെച്ചിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുറച്ചുകൂടെ ലൂസാക്കിയിട്ടാണ് എടുക്കുന്നത്. ഒരു കഞ്ഞിയുടെ പരുവത്തിലാണ് നമ്മളിത് എടുക്കുന്നത്. നമ്മൾ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് എപ്പോഴും ഡിന്നർ ഒരു ചോദ്യചിഹ്നമാണ്. എന്തുണ്ടാക്കും ഡിന്നറിന്? വളരെ ലൈറ്റായിട്ട് വേണം, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഡിന്നർ ഓപ്ഷൻസ് എല്ലാവരും നോക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഈ കിൻവ കിച്ചടി. കിൻവ എന്ന് പറയുന്നത് ഒരു ചീരവർഗ്ഗത്തിൽപ്പെട്ട ഒരു ഫ്ലവറിങ് പ്ലാന്റിൻ്റെ കുരുവാണ്. അപ്പോൾ അത് വളരെ ഹെൽത്തിയാണ്. 100 ഗ്രാം കിൻവയിൽ 4.4 ഗ്രാം പ്രോട്ടീനും അതുപോലെ തന്നെ ഫൈബർ 2.8 ഗ്രാംസും അതുപോലെ ഫാറ്റ് 1.9 ഗ്രാംസ്, കാർബ് വളരെ കുറവാണ് 21.3 ഗ്രാംസും. അങ്ങനെ മുഴുവൻ കലോറി 120 കിലോ കലോറിയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഡിന്നറായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ കിൻവ. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ കിൻവ വാങ്ങിയിട്ട് ഡയറ്റിൽ ഒരു നേരമെങ്കിലും ഒന്ന് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെ കിച്ചടി ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്